ഒരു റാൻഡം ആളെന്ന് തീർന്നതിന് മുമ്പേ പറയുന്നു പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, ആരെന്ന് പോലും പറയണില്ല, അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അയാളെ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല, ഇയാളായിരിക്കും ഷോയുടെ മുമ്പ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടൻ കറക്റ്റ് ആണല്ലോ, അയാള് കറക്റ്റ് ചെയ്തു, ആ വിന്നറുമായി സെറ്റുമായി പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു, ആളിനെയാണ് വിന്നറായി, ആൾ വിന്നറായി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിന്നർ ആവുന്ന പോലെ പറഞ്ഞു. ഈ പറഞ്ഞ ആളാണോ പി ആർ? അത് ഞാൻ പറയില്ല, ആണോ ഇല്ല ഞാൻ പറയില്ല. അല്ല, ആൾ എന്തുകൊണ്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞു അതെനിക്കറിയില്ല. പക്ഷെ എന്നോട് കറക്റ്റ് ആയിട്ട് ഒരു എന്റെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. ആവാം, പേര് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ നോക്കിയപ്പോ അയ്യോ. പക്ഷെ ആര്യന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, പി ആർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നത് വേണമെങ്കിൽ ആര്യനും വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അത്ര ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഏത് ശരി കുറെ കൂടെ രണ്ടും ആവാം. പക്ഷെ ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഞാൻ പോയതേ പി ആറിന് വേണ്ടിയാണ്. പബ്ലിക് റിലേഷൻ ഇസ് സംതിങ് ഐ വാണ്ടഡ് ഫ്രോം ദ ഷോ. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഗിവ് മീ പബ്ലിക് റിലേഷൻ സോ ഐ കൻ ഗോ ടു ദ ഷോ. ഫോർ മീ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഐ എം നോ വൺ. എന്നെ ആർക്കും അറിയില്ല ബിഫോർ ദ ഷോ. മീൻസ് എവിടെയോ 2-3 നല്ല ഒരു കുറച്ച് ഫേമസ് ആഡ്സും വീഡിയോസ് അല്ലാതെ എനിക്ക് ഐ എം നോട്ട് ഫേമസ്. ആള് സംസാരിച്ചു, ആളുടെ അടുത്ത് ഡീൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആരും പി ആർ കൊടുത്തിരുന്നേ ഇല്ലേ? ഞാൻ പി ആറിന് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ടീം ഹയർ ചെയ്തു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. 1-2 എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഈ പൂജിത, അരുൺ, സണ്ണി, സുജിതേട്ടനൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്ച്വലി. അപ്പോൾ ഈ 3 ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തൊക്കെയോ നടക്കുന്നു, ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എന്താണ് കുറച്ച് പൈസയുടെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയണം, എങ്ങനെ ഞാൻ ഒപ്പിക്കാം. പക്ഷെ എൻ്റെ സോഷ്യൽ മീഡിയ എനിക്ക് നല്ല റീച്ച് ആക്കി തരണം. ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആരാന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഈ ആര്യനെ സമീപിച്ച് പി ആറിന്റെ അടുത്ത് ആര്യം കൊടുത്ത മറുപടി എന്തായിരുന്നു? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ച് ആളുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞപ്പോ ഇന്നൊരാൾ വിന്നർ ആവും എന്ന് പറഞ്ഞു, ആൾ തന്നെ വിന്നർ ആവും ചെയ്തു ഇതായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ മൈൻഡ്. പിന്നെ എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് എത്രാം ദിവസമാണ് തിരിച്ചറിഞ്ഞ് ഞാൻ പി ആർ കൊടുക്കണമായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അറിഞ്ഞിട്ടില്ല. ഞാൻ എവിക്റ്റായി തിരിച്ചു വന്ന് ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത് കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ ഏതാ എന്നോട് ചാറ്റ്സിൽ വെറുതെ. ഞാൻ അങ്ങനെ വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ ആരുടെയോ വ്യക്തി ഹത്യാവോ ഇല്ലെങ്കിൽ ഞാൻ ആരുടെ വീട്ടിൽ കയറി വിളിച്ചതോ അങ്ങനെ ഞാൻ തെറ്റായിട്ട് അത്ര ലെവലാണെന്ന് ചെയ്തിട്ടില്ല ഈ വീട്ടിൽ. ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് ജോലിയായിട്ട് പോകുന്ന മനുഷ്യനാണ്. എന്റെ പോലത്തെ ഒരാൾക്ക് ഇത്ര നെഗറ്റീവ് വരാൻ പറ്റുവാണെങ്കിൽ അത് പി ആർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്റെ പക്ഷേ എവിക്ഷന്റെ സമയത്ത് ശരിക്കും ആര്യന്റെ കാര്യത്തിൽ 80% ആൾക്കാർ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു വിച്ച് വാസ് ജസ്റ്റ് അബ്യൂസിങ്. ആൻഡ് ഇപ്പോഴും റോണൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും അനുമോളുടെ ഒരു കാര്യം, അനുമോളുടെ ഒരു പോസ്റ്റ് പോയി താഴെ എഴുത്, വേസ്റ്റിന് എഴുത്, നിങ്ങൾ 3 days യു വിൽ ബി ഓൺ സോഷ്യൽ മീഡിയ ബുള്ളി. നോക്കിക്കോ, ഐ ക്യാൻ ബെറ്റ് യു റൈറ്റ് നൗ. ഇത് ശരിക്കും ആര്യനോടുള്ള ഹേറ്റ് കൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടം കൊണ്ടാണോ ചെയ്യുന്നത്? മറ്റേ ആളുടെ ഒരു സപ്പോർട്ട് ദാറ്റ് മൈറ്റ് ബി PR ഓർ മൈറ്റ് ബി സെയിം ജെന്യുവൻ, നമുക്കറിയില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഐ വാസ് സേയിങ് ബാഡ് തിങ്. പക്ഷെ നമുക്ക് പേടിയാവും സോഷ്യൽ മീഡിയ പറയാൻ. എന്തെതിരെ പറഞ്ഞാലും നമുക്ക് പേടിയുണ്ടാവും, എന്തിനാ പറയേണ്ടത്, ലൈഫ് മൊത്തം ചീത്തയായി പോകും. You got the point. That is my scared. I am scared of telling against anyone in the house right now. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും നോർമൽ റാപ്പോലാണ് ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും അങ്ങനെ ഉള്ളത് കൊണ്ടാണോ ആക്ച്വലി ഇറങ്ങി കഴിഞ്ഞിട്ടും ഇപ്പൊ വിന്നർ ആയതിനെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല ആര്യൻ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഒരു PR മായി കണക്ട് ചെയ്തിട്ടാണോ? കറക്റ്റ്. പക്ഷെ ഡിസേർവിംഗ് ആണോ വിന്നർ? അല്ല, ഡിസേർവിംഗ് ആണോ ഇല്ല അതെന്റെ ഐ കാൻ ആൻസർ ദാറ്റ്. അതെന്തുകൊണ്ട് ശരിക്കും മറുപടി പറയാൻ ആഗ്രഹിക്കട്ടെ? ഈ ശരിക്കും ഈ സൈബർ ബുള്ളിങ് വരും എന്നുള്ള അതുകൊണ്ടാണ്? അത് കാരണം പേടി, അങ്ങനെ ആ പേടിയില്ല. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. ഹൂ ആം ഐ ടു സേ? ഞാനൊരു ടോപ്പ് 8 എത്തിയൊരു കണ്ടസ്റ്റന്റ്. 8ാമത്തെ ആൾക്കാർക്ക് ടോപ്പ് വിന്നർ ആയ ആളുടെ കുറച്ച് എങ്ങനെ പറയാൻ പറ്റും തെറ്റാണോ ഇല്ലെന്ന്? ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും, ഷീ വുഡ് ഹാവ് പ്ലേഡ് എ ഗുഡ് ഗെയിം. ഐ ഡോണ്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ പറഞ്ഞ അനുമോൾ കളിച്ച ഗെയിം എന്താണെന്ന്. ഞാൻ എപ്പോഴും കുറച്ച് ക്ലൂലെസ് ആണ്. ഷീ പ്ലേഡ് എ ഗുഡ് ഗെയിം, ദാറ്റ്സ് വൈ പീപ്പിൾ വോട്ടഡ് ഹർ, ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ഹർ. ഷീ ഈസ് എ വിന്നർ. എനിക്ക് വേണ്ടി അനുമോളാണ് വിന്നർ, നല്ല വിന്നറാണ് അനുമോൾ. പക്ഷെ എന്താ ചെയ്ത് എനിക്കറിയില്ല. എനിക്ക് നെക്സ്റ്റ് ഇയർ ഇപ്പോൾ റോഹനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പോകണമെങ്കിൽ ഞാൻ പറയടാ അനുമോൾ ഇങ്ങനെ കളിച്ചത്, നീ ഇങ്ങനെ കളിക്കണം. അത് പറയാൻ വേണ്ടി എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് യു ഔട്ട്ഷൈൻഡ് ഇൻ, വാട്ട് ഈസ് ദാറ്റ് യു ബ്ലാസ്റ്റഡ് എ ടാസ്ക് ഓർ ഡിഡ് വൺ സൈഡഡ് ഗെയിം. ഇപ്പോൾ നമ്മുടെ മായാമോയി ഒരു ആക്ട്രസ് ആണ് അനുമോൾ, മായാമോയി ടാസ്ക് വന്നു, അതിലെന്ത് ചെയ്തു, ബാക്കി ടാസ്ക് കുറേ വന്നു, കുറേ സാധനങ്ങൾ പറയായിരുന്നു ലൈക്ക് ഐ ഡിഡ് ദിസ് ദി ബെസ്റ്റ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഷീസ് എ ഗുഡ് വിന്നർ, ഷീസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ. ഈ പറഞ്ഞ പോലെ നല്ലൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു ഞാൻ കേട്ടത്. ജിസേലിൻ്റെ കാര്യത്താണ് എനിക്കൊന്ന് ബാക്കി എല്ലാവരേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നത്. മുമ്പ് ഇതേ ഷോയ്ക്ക് മറ്റൊരു ഭാഷയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഹിന്ദിയിലുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്നിനെ വിലയിരുത്തിയിട്ട് ഇതിലോട്ട് പോകാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാൽ പോലും കുറേ കൂടി ഒരു എക്സ്പീരിയൻസ് സംഭവം ഉണ്ടായിരുന്നു, എങ്ങനെ ഷോനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം ജിസേലിന് എവിടെ തോന്നുന്നത്, എവിടെയാണ് എൻ്റെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് മാറിയെന്ന് തോന്നുന്നത് ഇത് മൊമെന്റിൽ? ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്. ആ നേരത്തെ ജിസാൽ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വന്നു, ഞാനൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല. ഞാൻ
I was in Miami, then I went to Europe. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് let's go for Malayalam Big Boss. It was very Let's go for casual. tour to Kerala. Yeah, it was like let's go, very casual. ഒരു അങ്ങനെ ഓർത്ത് പോലും ഇല്ല നമുക്ക് prep ചെയ്യണം ഇത്. In fact, I never had 100 daysന് വേണ്ടി ഉടുപ്പും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എൻ്റെ മോൾ എന്നെ വിളിച്ച് കുറെ ബ്ലാസ്റ്റ് ചെയ്ത് like you're supposed to carry 100 outfits. How come? And I just had 40 outfits and ഞാൻ അത്രോ കാഷ്വലി ആണ് പോയത്. പിന്നെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതെല്ലാം കുറെ സീരിയസ് ആണ്. ബിക്കോസ് ഞാനൊരു ഇച്ചിരി ലൈറ്റ്ലി ആണ് എടുത്തത്. ബിക്കോസ് I have done 7 reality shows. I have done Hindi Big Boss, that too like literally 8-9 years back. So ഞാൻ അത്രോ സീരിയസ്ലി ആയിട്ട് ഞാൻ നമുക്ക് പോകാം, നമ്മളുടെ ആൾക്കാരല്ലേ, ലൈക്ക് വെരി കാഷ്വലി ആയിട്ടോ അതെടുക്കണ്ടായിരുന്നു. അതെ. ആര്യൻ ടിക്കറ്റ് ഫിനാൽ വന്ന സമയത്ത് എല്ലാവരും അല്ലേ വിൻ ചെയ്യും എന്നുള്ള പ്രഡിക്ഷനിൽ ആദ്യം കിടന്നിരുന്ന പേര് ആക്ച്വലി ആര്യൻ്റെ ആയിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഗെയിം ചെയ്തിരുന്നത്. അതിന് മുമ്പാണെങ്കിലും ടാസ്ക് ഗംഭീരമായിട്ട് ചെയ്തിരുന്ന ഒരാളാണ്. ഫിസിക്കലായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇതത്രയും ടൈറ്റായിട്ട് പോയി. പക്ഷേ ആ സമയത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം എവിക്ഷൻ സംഭവിക്കുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും ആയിരുന്നു തോന്നുന്നു? ടിക്കറ്റ് ഫിനാൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ I thought I should win this. Not that I will. അതൊരു ഓവർ കോൺഫിഡൻസ് എന്ന സാധനമാണ്. അതെനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കറിയാം എവിടെയെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും. അവിടെ ഈ വീട്ടിൽ ഒന്നും സർട്ടൺ അല്ല. അത് 7ന്റെ പണി ആയതുകൊണ്ടാണോ? പൊതുവേ നമ്മുടെ ലക്ക് നമ്മുടെ സർട്ടൺ അല്ലല്ലോ. നമ്മളിപ്പോ ഒരു ലൈക്ക് ഇഫ് ഐ സേ വിരാട് കോഹ്ലി ആയാലും എല്ലാ മാച്ചും അടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ എന്നെ വിരാട് കോഹ്ലി അല്ല വിളിച്ചത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ക്രിക്കറ്റിന്റെ എക്സാമ്പിൾ എടുത്താലും ഇവിടെയും ഗെയിമാണ്, ജയം തോൽവിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ടോപ്പ് 3 ആയിട്ട് നിൽക്കാം ഫുൾ ടൈം ഇൻ എവറി ടാസ്ക്. ഇപ്പൊ ഫിസിക്കൽ ടാസ്ക് ആയാലും ഞാൻ സത്യം പറഞ്ഞ എൻ്റെ അവിടെ ഒരു ഞാൻ പറഞ്ഞ ഐ ടോൾഡ് ഇൻ ദ ഷോ എൻ്റെ ചോരയും എൻ്റെ വേർപ്പും ആ ഫീൽഡിൽ 6-8 മണിക്കൂർ രാത്രി മോർണിംഗ് 5 മണി വരെ ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പൊ അത്രയും എഫേർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ടിന് വേണ്ടി ഐ തോട്ട് ഐ കുഡ് ഹാവ് വൺ. പക്ഷെ എവിടെയോ ഒരു 3-4 പോയിന്റ് കാരണം ഞാൻ അവിടെ തോറ്റു മാറി എന്നുള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇത്രത്തോളം അത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണെങ്കിലും അതിൽ ഭയങ്കരമായിട്ട് അത് കള്ളക്കളി കളിച്ചു എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ടായിരുന്നു. എവിടെയും മറ്റു മത്സരാർത്ഥികൾക്ക് ആരും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീറ്റർ ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് കാരണമാണോ എല്ലാവരും ഞാൻ ചെയ്യുമ്പോൾ അപ്പീൽ ചെയ്യണത്? അതുകൊണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? എല്ലാത്തിനും അപ്പീൽ ചെയ്യുന്നു, സാർ ഇത് എങ്ങനെയാണ് ബിഗ് ബോസ് എന്നൊക്കെ. അപ്പൊ അത് കുഴപ്പമൊന്നും, അത് പാർട്ട് ഓഫ് ഗെയിമാണ്. ഞാൻ അത് തെറ്റായിരുന്നു എടുത്തിട്ടില്ല. ആര്യൻ വിൻ ചെയ്യരുത് ടിക്കറ്റ് ഫിനാലെ എന്ന് ആഗ്രഹിച്ചവർ ബിഗ് ഹൗസിനകത്തുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ട്, അത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ ചിലപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ പറഞ്ഞിട്ടില്ല. ആറ്റിറ്റ്യൂഡ് കണ്ട് മനസ്സിലാവും. ഞാൻ ജയിച്ച കുറച്ച് ആൾക്കാർ ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഹാപ്പി ആവാത്തുണ്ടെങ്കിൽ ആരായിരിക്കും? ഞാൻ ജയിച്ചാൽ ഹാപ്പി ആവാതിരിക്കാൻ വേണ്ടി ഐ തിങ്ക് ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ ആരും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എവ്രി വൺ വാസ് അതങ്ങട് ആ പകുതിയിൽ അങ്ങോട്ട് വിഴുങ്ങി. അങ്ങനെയല്ല പറയാൻ വന്നിട്ട് അതങ്ങ് ഇല്ല, എല്ലാവരും ഹാപ്പി ആയിരിക്കില്ല. യു ആർ സേയിങ് വെദർ ഐ ബി ഹാപ്പി ഓർ നോട്ട്. നോബഡി വിൽ ബി ഹാപ്പി ബട്ട് നോബഡി വിൽ ബി സാഡ് ഓൾസോ. അതാണ് അതിന്റെ ആൻസർ. ഞാൻ ജയിച്ച ആരും ഓ ആര്യൻ എന്ന് പറയില്ല. ഇല്ല, പക്ഷെ ആര്യൻ എന്താന്നും പറയില്ല. ഇല്ല, ഒരു ന്യൂട്രൽ പരിപാടിയിൽ ഉണ്ട്. ആ ഒരു ഇതാണ് അതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ. ആൻഡ് ഫൈനലി ടിക്കറ്റ് ഫിനാലെ വിജയിച്ചത് നൂറയാണ്. എല്ലാവരും വിചാരിച്ചു ഒരു ടോപ്പ് 5-ലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. 100 വരെ അതിനകത്ത് ഉണ്ടായിരുന്നവരും ധരിച്ചിരുന്നു അങ്ങനെയാണ്. പിന്നെയാണ് ടെസ്റ്റ് വരുന്നത്. അത് ഫിനാലെ വീക്കിലോട്ടാണ് വന്നതെന്നുള്ള ഒരു മാറ്റം ഉണ്ടായി. അപ്പോൾ ടോപ്പ് 5-ൽ വരും ചെയ്തില്ല. എന്ത് ഫീൽ ചെയ്തു ശരിക്കും? പുറത്ത് വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കുമ്പോ എന്ത് തോന്നി? ഐ മീൻ അത് തോന്നിയിരുന്നില്ല. ഐ ഡി നോട്ട് ഓവർ തിങ്ക് അബൌട്ട് എനിത്തിങ്. ഇവിടുന്ന് ഞാൻ സത്യം പറഞ്ഞ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലെത്തി. ഞാൻ എങ്ങനെ എൻ്റെ സിനിമ, എൻ്റെ പടങ്ങൾ എങ്ങനെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒന്ന് ഫോക്കസ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിലൂടെ വരാൻ പറ്റും മാത്രം എൻ്റെ ചിന്ത.